രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തി. കെയർടേക്കറുടെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴിയെടുത്തത്. CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചു എന്ന നിഗമനത്തിലായിരുന്നു SIT. CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് കെയർടേക്കർ മൊഴി നൽകിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ഇപ്പോൾ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തിയ SIT സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ ഈ കെയർടേക്കറുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട് നിന്ന് പോകുന്ന ദിവസത്തിലുള്ള ഈ ദൃശ്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് SIT സംഘം പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിനൊപ്പമുള്ളവരോ ഈ കെയർടേക്കറെ സ്വാധീനിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളാറ്റിലെത്തി ഈ സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഫ്ളാറ്റിന്റെ കെയർടേക്കറുടെ വീട്ടിലെത്തിയാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ കെയർടേക്കർ മൊഴി നൽകിയിരിക്കുന്നത് ഈ വ്യാഴാഴ്ച വൈകുന്നേരം 4:30 വരെയാണ് താൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകുന്നേരം വന്നതായി കണ്ടിട്ടില്ല. തനിക്ക് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊന്നും അറിയില്ലെന്നും തന്നോട് ആരും ഈ CCTV ദൃശ്യങ്ങൾ വേണമെന്നോ അത് നശിപ്പിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും SIT സംഘം ഈ ദിവസത്തെ വൈകുന്നേരത്തെ മാത്രം CCTV ദൃശ്യങ്ങൾ കാണാതായത് സംബന്ധിച്ച് രാഹുലോ അദ്ദേഹത്തോടൊപ്പമുള്ളവരോ നശിപ്പിച്ചു എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഫ്ളാറ്റിന്റെ കെയർടേക്കറിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തെങ്കിലും അതുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും SIT സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ ഈ കെയർടേക്കറുടേതല്ലാതെ രാഹുലുമായി ബന്ധപ്പെട്ട മറ്റാരുടെയെങ്കിലും ഒക്കെ മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ നിലവിൽ, സാജിദ്? രാഹുലിന്റെ സ്റ്റാഫുകളുടെ മൊഴി നേരത്തെ തന്നെ വിശദമായി എടുത്തിരുന്നു. രാഹുലിന്റെ സ്റ്റാഫ് ഫസല്, രാഹുലിന്റെ ഡ്രൈവർ എന്നിവരുടെ മൊഴി 2 തവണകളായി എടുത്തിരുന്നു. ഈ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ഫസലിന്റെയും ഡ്രൈവറുടെയും എടുത്തിരുന്നത്. പിന്നീട് ഇത് കൂടാതെ ഈ ഡ്രൈവറെ പ്രത്യേകമായി വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും കൂടുതൽ മറ്റ് സ്റ്റാഫുകളുടെ മൊഴി രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതോടൊപ്പം ഈ കാറുമായി ബന്ധപ്പെട്ട് ഈ C ചന്ദ്രൻ ഈ ചുവന്ന പോളോ കാർ അതുമായി തനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ആയിട്ടില്ല. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.